ഇത് നമുക്കൊരു ഒഴിച്ച് കറി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഈ കറിയിലേക്ക് സവോളയും പിന്നെ തക്കാളിയും പിന്നെ കുടംപുളിയും പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവോള, ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയ സവോളയാണ് എടുത്തത്. സവോള ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ കറിയിൽ കഷ്ണമായിട്ട് കിടക്കുന്നത് ഈ സവോളയും തക്കാളിയും ആയിരിക്കും. അപ്പോൾ ഒരുപാട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളിയും ഞാനിവിടെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 5 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളിയും ചതച്ചെടുത്തത്. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നിങ്ങൾ ഒരുപാട് ചേർക്കരുത്. ഒന്നല്ലെങ്കിൽ 1/4 ടീസ്പൂണായിട്ട് എടുക്കുക, അല്ലെങ്കിൽ 2 നുള്ള ഉലുവ ചേർക്കുക. പിന്നെ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഇതേപോലത്തെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഇങ്ങനത്തെ 2 കുടംപുളി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകണം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി സോഫ്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുതിർത്താന്ന് വെച്ചേക്കണം, വെള്ളം കളയേണ്ട ആവശ്യമില്ല, ആ വെള്ളം കൂടിയിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. തേങ്ങ വളരെ കുറച്ച് മാത്രമേ നമ്മൾ അരച്ച് ചേർക്കുള്ളൂ. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതിൽ നിന്ന് ഇത്രയ്ക്ക് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു പകുതി തേങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് തിരുമ്മി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് സവോള ചേർക്കുക. സവോള ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഒരു മീഡിയത്തിനേക്കാളും കുറച്ച് വലിയ സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ആയിരുന്നാലും 2 വലിയ തക്കാളി എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഒരുപാട് ചേർക്കണ്ട, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് തേങ്ങ ചേർക്കുക. ഈ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം. ഈ തേങ്ങ ഇതേപോലെ വറുത്തെടുക്കുമ്പോൾ ഈ തേങ്ങയുടെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ചുള ചെറിയ ചുവന്നുള്ളിയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് മുരിച്ചിട്ടെടുക്കുക. തേങ്ങ മുരിഞ്ഞ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മുരിയാൻ നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. പിന്നെ മസാലപ്പൊടികളുടെ കൂടെ കിടന്നിട്ട് തേങ്ങ നന്നായിട്ട് മുരിഞ്ഞോളും. തേങ്ങ പിന്നെ ഇതേപോലെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോവുകയും ചെയ്യും. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇതേപോലെ തേങ്ങ കളർ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം.
ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറവ് പോലെ തോന്നുന്നുണ്ട്. കാരണം മസാലപ്പൊടികളൊക്കെ മൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ വേണം. ഞാനിതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ഈ തേങ്ങ കരിഞ്ഞു പോരുത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഞാൻ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഈ തേങ്ങ ഇരുന്നിട്ട് കരിഞ്ഞു പോകും. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഞാനിവിടെ വറുത്തെടുത്തിരുന്ന തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ കറിയാക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ കടുക് 1/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തേക്കുന്നത്. ഈ ഉലുവ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചുമക്കണം. ഈ ഉലുവ അത് കഴിഞ്ഞു പോകരുത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചേക്കണ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കും. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കണ കുടംപുളി ഉണ്ടല്ലോ, ആ കുടംപുളിയും ചേർക്കാം. ആ കുടംപുളി കുതിർത്തി വെച്ചിരുന്ന വെള്ളവും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കുക 5 മിനിറ്റ്. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പുണ്ടല്ലോ, അത് ചേർക്കാം. അരച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. നമ്മളിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഈ കറി മൂടി വയ്ക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചിട്ട് മൂടി വയ്ക്കുക. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിനകത്ത് ഈ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. കറി ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കറിയിലെ ഗ്രേവിക്കും ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. റേറ്റായി നമ്മൾ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുന്നുണ്ട്.
തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കറി ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ കറിയുടെ കളറ് ശരിക്കുള്ള കളർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ കറി ഞാനിവിടെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കറിയിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ഏറ്റവും ലാസ്റ്റ് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചേർത്താലും കുഴപ്പമില്ല. ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കറിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ കറി പുറത്ത് വെച്ചിരുന്നാലും ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരാണെന്നുണ്ടെങ്കിൽ കറി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ട. കറി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കറി അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസത്തേക്കും കറി എടുക്കുക. അങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ കറി കേടുവരാണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കാകുമ്പോൾ കറിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ ഈ കറിയിലേക്ക് നമ്മളിപ്പോൾ കുടംപുളി ചേർത്തിട്ടാണല്ലോ ഈ കറി ഉണ്ടാക്കിയത്. ഇനി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുടംപുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കറി വാളംപുളിയും ചേർത്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ നമ്മളെല്ലാ കറികളും എപ്പോഴും കുടംപുളി അല്ല വാളംപുളി ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുക. പക്ഷേ ഇതേപോലെ ഇങ്ങനെ കുടംപുളി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും നമ്മൾ മീൻ കറിക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും.